പൊന്നാനിയിൽ മയക്കുമരുന്ന് ലഹരിയിൽ യുവാക്കൾ കാർ യാത്രക്കാരെ ആക്രമിച്ച് പണം അപഹരിച്ച കേസിൽ പോലീസ് തെളിവെടുപ്പ് നടത്തി. കേസിൽ കാറിലുണ്ടായിരുന്ന 50,000 രൂപ അപഹരിച്ച രണ്ടാം പ്രതി ദിലിലുമായാണ് തെളിവെടുപ്പ് നടത്തിയത്. പൊന്നാനിയിൽ മയക്കുമരുന്ന് ലഹരിയിൽ യുവാക്കൾ കാർ യാത്രക്കാരെ ആക്രമിച്ച് പണം അപഹരിച്ച കേസിൽ പോലീസ് തെളിവെടുപ്പ് നടത്തി. കേസിൽ കാറിലുണ്ടായിരുന്ന 50,000 രൂപ അപഹരിച്ച പ്രതി 26 വയസ്സുകാരൻ ദിലിലുവുമായാണ് തെളിവെടുപ്പ് നടത്തിയത്. ഇത് കോമ്പൗണ്ട് വാള് ഈ സാധനം ഈ അപ്രോച്ച് റോഡിന്റെ അതിന് ഇപ്പൊ പുതിയ വന്ന ബൈക്കിന് എവിടെ വന്നത്? ബൈക്കിന് ഞങ്ങൾ ജംഗ്ഷൻ അവിടെ നല്ല വന്നത് ചൂടായപ്പോൾ എന്താണ് ആ ചെങ്ങാഴ്ചയപ്പോൾ പറ്റിയത് വർത്തമാനം പറ്റുന്നോ അയാളൊരു കല്ലെടുത്തിട്ട് വന്നെ നെറ്റത്തടിച്ച് രാഹുൽരാജിനടിച്ച്. ആദ്യം ആരാണ് ഈ പരിക്ക് പറ്റിയാളാ? അല്ല പരിക്ക് പറ്റിയാള് ചെവിട്ടിന് പരിക്ക് പറ്റില്ലേ? അയാൾ കല്ലിട്ട് കുത്തിയ അപ്പോൾ ഇവൻ എന്തോ താഴത്തിടുന്ന എന്തോർത്തിട്ട് അയാളെ അടിച്ച്. എന്നിട്ട് അത് ഞാൻ കണ്ടിട്ടില്ല സാറാ. പൊന്നാനി കുറ്റിപ്പുറം ദേശീയപാതയിൽ നരിപ്പറമ്പ് മൊയ്തീൻപള്ളി പരിസരത്ത് മാർച്ച് 11 രാത്രി 8 മണിയോടെയാണ് സംഭവം. ബൈക്കിൽ പെട്രോൾ കഴിഞ്ഞെന്ന വ്യാജേന 3 യുവാക്കൾ കൈകാണിച്ച് കുറ്റിപ്പുറം സ്വദേശി നൌഫലിന്റെ കാർ നിർത്തിക്കുകയും കാറിൽ അതിക്രമിച്ചു കയറി 50,000 രൂപ മോഷ്ടിക്കുകയും നൌഫലിനെ ആക്രമിക്കുകയും ചെയ്തു. നൌഫലിനെ ആക്രമിക്കുന്നത് തടയാനെത്തിയ പൊന്നാനി ഈശ്വരമംഗലം സ്വദേശി വലിയ വളപ്പിൽ അഷ്കറിനെ ലഹരി സംഘം കോൺക്രീറ്റ് കട്ട കൊണ്ട് തലക്കടിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ചിരുന്നു. ഒന്നാം പ്രതി പത്തുകണ്ടത്തിൽ രാഹുൽരാജ്, മൂന്നാം പ്രതി വലിയകുളം രാഹുൽരാജ് എന്നിവർ നേരത്തെ അറസ്റ്റിലായിരുന്നു. സംഭവത്തെ തുടർന്ന് മുങ്ങിയ രണ്ടാം പ്രതി ദിലിൽ ദിവസങ്ങൾക്ക് മുമ്പാണ് കീഴടങ്ങിയത്. പണം അപഹരിച്ചത് ദിലിൽ ആണെന്ന് പോലീസ് പറഞ്ഞു. പ്രതിയെ വ്യാഴാഴ്ച കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും. പേജ് ടി ന്യൂസ് പൊന്നാനി. വെഡിംഗ് വസ്ത്രങ്ങളിലെ പുതു ട്രെൻഡുകൾ, എത്നിക് കളക്ഷനുകൾ, മോഡസ്റ്റ് വെയറുകൾ, കിഡ്സ് കളക്ഷനുകൾ, ബ്രാൻഡഡ് ജെൻസ് വെയറുകൾ. സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക്. ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ. സൻഹ ഫാഷൻ തിരൂർ.